എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ചിപ്പിമോളെ കൊണ്ടുവിടാനായിട്ട് രചനയുടെ അരിയിലേക്ക് ഇഷിത വരുവാണ്. അങ്ങനെ കൊണ്ടുവിട്ടിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ആകാശും രചനയും ചേർന്നിട്ട് ഇഷിതയുടെ വായിൽ നിന്ന് എന്തേലും വീഴുവോ, മഹേഷിനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് വീഴുവോ എന്നൊക്കെയുള്ള സത്യം പറയിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തൊന്നും ഇഷിത വീണില്ല. അവസാനം ഇഷിത എനിക്ക് അല്പം ധൃതിയുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുവാണ്. അപ്പോഴേക്കുമാണ് ചിപ്പിമോള് അമ്മയെന്നും പറഞ്ഞ് വിളിക്കുന്നത്. ചിപ്പിമോൾക്ക് വല്ലാത്ത വിഷമാ ഇഷിത വന്നിട്ട് പോകുന്നേ. അങ്ങനെ അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോളെ കയറി മുറുക്കി അങ്ങോട്ട് പിടിച്ചു രചന. എന്നിട്ട് പറഞ്ഞു, ആരാ നിന്റെ അമ്മ? അമ്മയല്ലേ നിന്റെ അടുത്തിരിക്കുന്നത്, പിന്നെ ആരടി നിന്റെ അമ്മയെന്ന് ചോദിക്കുക. എന്റെ അമ്മ അതാന്ന് പറയണം. ഒരു നിമിഷം ഇഷിതയുടെ നെഞ്ചിലൊരു തീപ്പൊരി കത്തി. എന്ന് കാരണം പലവട്ടം പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മയെന്ന് വിളിക്കരുതെന്ന്. കാരണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പക്ഷെ അതിനു മുമ്പ് രചനയോ ഈ പറയുന്ന ആകാശോ താനാണ് ഇവളുടെ അമ്മയാകാൻ പോകുന്നത്, അല്ലെങ്കിൽ മഹേഷുമായിട്ടുള്ള വിവാഹം തന്റെയാണ് നടക്കാൻ പോകണമെന്നുള്ള കാര്യമൊന്നും ഒരു കാരണവശാലും ഇവരൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ചിപ്പിമോൾ അതെല്ലാം കൂടെ ഒറ്റയടിക്ക് തകർത്ത് കളയുന്ന മട്ടിലായിരുന്നു. അമ്മയെന്ന് വിളിച്ചിട്ട് രചനയുടെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ് ഇഷിതേനെ. ഈ കാഴ്ച കൊണ്ട് രചന അങ്ങോട്ട് പാഞ്ഞിരുന്നു. ഓഹോ, അപ്പൊ നീയാണല്ലേ ഇവളുടെ അമ്മയല്ലേ എന്ന് ചോദിക്കണ്ട. വേഴ്സ് ബെസ്റ്റ് മോം നീയാണല്ലേ എന്ന് ചോദിക്കുക. അപ്പൊ ഞാൻ ആരാന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, രചന വേണ്ട, ഇത് കുഞ്ഞല്ലേ, ഇതിന് കേക്കല് വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് പറയാം. സ്വന്തം പെറ്റമ്മയായിട്ട് അവൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നില്ല, പക്ഷെ നിനക്ക് അവള് ഗിഫ്റ്റ് വന്നു. അപ്പൊ എന്റെ മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടാന്ന് നീ കരുതിയോ? ഇത് കേട്ടതും ചിപ്പിമോള് പറഞ്ഞു, അത് ഞാന് എന്റെ അമ്മയ്ക്ക് കൊടുത്താന്ന് പറയാം. നിന്റെ അമ്മ ഞാനാ, എന്നെ അമ്മയെന്ന് വിളിച്ചാൽ മതി. അല്ലാതെ ഇത് വഴിയെ പോകുന്നവരെയൊന്നും നിനക്ക് അമ്മയെന്ന് വിളിക്കേണ്ട കാര്യമില്ലെന്ന് പറയാ. ആര് പറഞ്ഞു വഴിയെ പോകുന്നതെന്ന്? ഇത് ഷിയാമ എന്റെ അമ്മയെന്ന് പറയാ. ഇത് കേട്ടതും രചന പറഞ്ഞു, ഇത് നിന്റെ വായെന്ന് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇത്ര സമയം പറഞ്ഞേ. അല്ല, ഇനി ഇപ്പൊ നിനക്ക് എന്തേലും പറയാനുണ്ടോ ഇഷിതയെന്ന് ചോദിക്കണം ഇഷിതയോട്. എനിക്കറിയായിരുന്നു നീയും മഹേഷും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോണേന്ന്. അത് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചേ. ആകാശ് വന്നിട്ട് പറഞ്ഞു, എന്താ ഇഷിത ഡോക്ടർ ഇങ്ങനെയൊക്കെ? ഡോക്ടർ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്നോ? ഡോക്ടറും മഹേഷുമായിട്ടുള്ള വിവാഹം എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു, പക്ഷെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടൻ രചന അങ്ങോട്ട് ചെന്നു. രചന അങ്ങ് ചെന്നിട്ട് അവളുടെ കയ്യിലങ്ങോട്ട് പിടിച്ചിട്ട് ഇഷിതനെ ഭിത്തിയോട് അങ്ങോട്ട് ചേർത്ത് പിടിക്കുവാണ്. ഈ സമയം ചിപ്പിമോള് അമ്മയെന്നും പിടിച്ച് അലറി വിളിച്ച് കിടന്ന് കരയുക. രചന നല്ല ഫിറ്റാ, ആടിയാ നിൽക്കുന്നേ. പിന്നീട് ഇഷിതയോട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീയും മഹേഷും തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതിന് വെച്ച വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വെച്ചാലേ. ഈ രചന ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. പിന്നെ എന്റെ ചിപ്പിമോളെ എനിക്ക് തന്നെ കിട്ടും. ഒരു കാരണവശാലും നിനക്ക് ചിപ്പിമോളെ കിട്ടത്തില്ല. എനിക്കറിയാം. മഹേഷിനൊപ്പം ചേർന്ന് എന്നെ ചതിക്കാനാ നിന്റെ ഭാവമെങ്കില് അത് നടക്കില്ല ഇഷിതേ. ഇവിടെ കൊണ്ട് നീ നിർത്തിക്കോ. ചിപ്പിമോളെ എനിക്ക് വിട്ടുതരുന്ന നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ ജീവിതം ദുരിതത്തിലായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടെന്ന് ആ കൈയും കൂടെ തട്ടിമാറ്റി ഇഷിത. പിന്നീട് രചനയോട് പറഞ്ഞു, അതെ എന്റെ ഇഷ്ടം, ആരെ കല്യാണം കഴിക്കണം എന്നുള്ള എന്റെ പേഴ്സണൽ കാര്യമാണ്. അതിനകത്ത് നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. പറഞ്ഞു കേട്ടല്ലോ, നിങ്ങളുടെ കാര്യമല്ല ഇത് എന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണം. അപ്പത്തേനും പെട്ടെന്ന് ചിപ്പിമോൾ അമ്മയെന്നും വിളിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത ചിപ്പിമോളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇത് തലോടിയിട്ട് അങ്ങോട്ട് പോവാണ്. രചന പറഞ്ഞു, അവള് പോയത് കണ്ടില്ലേ ആകാശേ, അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ഗ്ലാസ് ഒറ്റയേറെ എറിയുവാണ്. ഇതെല്ലാം കണ്ട് ചിപ്പിമോൾ ഇങ്ങനെ ആകെപ്പാടെ ഭയന്ന് വിറച്ചിരിക്കുവാണ്. രചന നല്ല ഫിറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് ആകാശ് രചനയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അതെ ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊന്നും കാണിച്ചോണ്ട് കാര്യമില്ല. കണ്ടില്ലേ, നീ വെറുതെ എന്തിനാ അങ്ങനെ കാണിക്കാൻ പോയത്? നമ്മള് ഇഷിതേനെ സ്നേഹം കൊണ്ടായിരുന്നു കയ്യിലെടുക്കണ്ടേ. ഇപ്പൊ തന്നെ അവൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. സ്നേഹം കൊണ്ട് വീഴിക്കണം, അങ്ങനെ ഒരാളെ നമുക്ക് സ്വന്തമാക്കാണ്ട് പറ്റുള്ളൂ. ദേഷ്യം കാണിക്കുകയാണെങ്കിൽ അവർ നമ്മളെ ശത്രു ആകുള്ളൂ. ഇനി ഞാനതൊക്കെ നിന്നോട് പറഞ്ഞു തരണോ രചന? നിനക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ആകാശം നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് രചനയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം ചിപ്പിമോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നിൽക്കുകയാണ്. ചിപ്പിമോൾക്ക് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. പിന്നീട് മഹേഷിന് വേണ്ടി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് രാമനാഥൻ പറഞ്ഞു, ഇനിയിപ്പം കല്യാണത്തിന് ദിവസമില്ല അറിയാലോ, ഉടനെ കല്യാണം ഉണ്ടാവും. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ റോളൊന്നും ഇല്ല ഇതിനകത്ത്, എന്നാലും നമ്മളുടെ ഒരു പങ്കാളിത്തം എല്ലാത്തിലും അവരോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് പറയാ. ഇത് കേട്ട് സ്വപ്നവലി പറഞ്ഞു, അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. പിന്നെ അതിന്റെ പിറ്റേ ദിവസമാണ് ചിപ്പിമോളെ കോടതി കൂടുന്നത്. എന്തായി തീരും എങ്ങനെയൊന്നും അറിയത്തില്ല എന്ന് പറയാം. സ്വപ്നവലി പറഞ്ഞു, ചിപ്പിമോൾ ഉറപ്പായിട്ടും ഇനി ഇങ്ങോട്ട് വരും. ഇഷിതയും മഹേഷ് നമ്മളുടെ വിവാഹം നടക്കുന്നതോട് കൂടിയിട്ട് ആ പ്രശ്നത്തിനൊരു പരിഹാരമാവെന്ന് പറയാണ്. ഈ സമയം രാമനാഥൻ പറഞ്ഞു, അത് മാത്രമല്ല ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ടെന്ന് പറയാം. കല്യാണമാണ്, വിനോദ് വന്നിട്ടുണ്ട്, വിനോദിനെ ക്ഷണിക്കണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം എല്ലാവരും ഒന്ന് നിശബ്ദയായി.
മഹേഷ് ഒന്നും മിണ്ടിയില്ല. മഹേഷ് ഒന്നും മിണ്ടായിരുന്നു. ഇപ്പൊ സ്വപ്നവല്ലി പറഞ്ഞു, മോനെ നീ ഒന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. അത് കേട്ടത് മഹേഷ് ഫുഡ് കഴിക്കാതെ മഹേഷ് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. സ്വപ്നവല്ലി പറഞ്ഞു, ഈ സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ടായിരുന്നു. പാവൻ അവൻ നല്ല വിഷമമായിട്ടുണ്ടെന്ന് തോന്നേ, അതുകൊണ്ടല്ല അവൻ എഴുന്നേറ്റ് പോയത്. രാമനാഥൻ പറഞ്ഞു, ആദ്യത്തെ കല്യാണത്തിനോ അവനില്ലായിരുന്നു, ഈ കല്യാണത്തിനെങ്കിലും അവൻ പറഞ്ഞത് എന്റെ മനസ്സിലോ ആഗ്രഹമുണ്ട്. നിനക്ക് അങ്ങനെയില്ലേ സ്വപ്നവല്ലിന്ന് ചോദിക്കുക. അത് പിന്നെ ഉണ്ടോന്നോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ രാമ? എനിക്ക് എത്രമാത്രം ആഗ്രഹം ഉണ്ടെന്നറിയാവോ അവന്റെ വിവാഹത്തിന് വിനോദ് വരണം എന്നുള്ള. ഈ സമയം ഒന്ന് സിത്താര മിണ്ടാതിരിക്കണേ. എന്താ സിത്താര, നീ എന്താ മിണ്ടായിരിക്കണം ചോദിക്കേ. ഏ ഒന്നുമില്ലാന്ന് പറയണ. സിത്താരയുടെ മുഖം കണ്ടപ്പോ തന്നെ മഞ്ജുമിക്കും എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. കാരണം അവള് കുറെ ആഗ്രഹിച്ചാണല്ലോ മഹേഷിനെ. ആ കിട്ടാത്തതിൻ്റെതായ ഒരു വിഷമം അവളുടെ മുഖത്തും പ്രകടമാവുന്നുണ്ടായിരുന്നു. പിന്നീട് രാമനാഥൻ പറഞ്ഞു, ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവനോട് പറയേണ്ട ഒരു മര്യാദയുണ്ട്. ഇനിയിപ്പോ മഹേഷ് സമ്മതിച്ചില്ല നമുക്ക് പറയാനൊന്നും പോണ്ട. അവന്റെ ഇഷ്ടം, അവന്റെ കല്യാണമാണ്, അവനാണ് തീരുമാനിക്കേണ്ടത് ആരെയൊക്കെ വിളിക്കണം വേണ്ടെന്നൊക്കെ എന്ന് പറയാണ്. മഞ്ജു പറഞ്ഞു, അത് ശരിയാ, അവനോടും കൂടി ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറയാണ്. പിന്നീട് മഹേഷ് മുറിയിലിരിക്കുന്ന സമയത്ത് സ്വപ്നവല്ലി അങ്ങോട്ട് ചെല്ലുവാണ്. സ്വപ്നവല്ലി എന്നിട്ട് പറഞ്ഞു, മോന് വിഷമമായോ അച്ഛൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുക. എന്തിന്? വിഷമമൊന്നും ആയില്ലെന്ന് പറയാ. അവൻ നമ്മുടെ എന്റെ മോനല്ലേ, കാരണം നിന്റെ അനിയനല്ലേ, അപ്പൊ അവനും കൂടെ ഈ കല്യാണത്തിൽ പങ്കെടുക്കണം ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ. പോരാത്താൻ അവന് ഇവിടെയുള്ള കേരളത്തിലുള്ള സ്ഥിതിക്ക്, അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പൊ മോന് അവൻ വരണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, നമുക്ക് അവനെ വേണ്ടാന്ന് വെക്കാന്ന് പറയണം. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു, അതൊക്കെ അച്ഛന്റെ അമ്മയുടെ ഇഷ്ടം, കല്യാണം വിളിക്കാതിരിക്കോ, പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങോട്ടേക്ക് വരില്ല. ദൂരെ എവിടെയെങ്കിലും മാറിയെന്ന് അവൻ കല്യാണം കണ്ടിട്ട് തിരിച്ചു പോയിക്കണം. ഒരു കാരണവശാലും കല്യാണ പന്തലിന്റെ അടുത്തേക്ക് പോലും വന്നേക്കരുതെന്ന് പറയാ. എനിക്ക് അവന്റെ മുഖം കാണണ്ടെന്ന് പറയാ. അല്ല മോനെ, അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അമ്മേ, എനിക്ക് പെട്ടെന്നൊന്നും അത്ര പെട്ടെന്നൊന്നും മറക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല അവൻ ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് എനിക്കതൊന്നും പറ്റത്തില്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് പോവാണ്. മഹേഷ് പോയതും രാമനാഥൻ നോട്ടിച്ച് എന്ത് പറഞ്ഞെന്ന് ചോദിക്കുക. ഇങ്ങനെയൊക്കെ പറയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാമനാഥൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് അവനെ വിളിക്കാതിരിക്കുന്നത് നല്ലത്. വെറുതെ എന്തിനാ ഇനി മഹേഷിന്റെ മനസ്സിലും കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അതുകൊണ്ട് വേണ്ടാന്ന് പറയാണ്. പിന്നീട് മൃണാളിനിയെ കാണാനായിട്ട് ഇഷിത ചെല്ലുന്നുണ്ട്. അപ്പൊ ഇഷിതനെ ഇത് കാണണമെന്ന് മൃണാളിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മൃണാളിനിയോട് ഇഷിത ചോദിച്ചു, എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് ചോദിക്കാം. അത് പിന്നെ എനിക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയണം. എന്താണെങ്കിലും സംസാരിച്ചോ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാം. അത് പിന്നെ വേറൊന്നിനെ കുറിച്ചല്ല, ആരോഗ്യമന്ത്രി അൻസാരിദാസ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് വന്നേ. ഒരു കാരണവശാലും അയാൾക്കെതിരായിട്ട് നിങ്ങൾ നിൽക്കരുതെന്ന് പറയാം. ഇത് കേട്ട് ഇനിയിപ്പം ഇഷിത പറഞ്ഞു, അയാൾക്കെതിരായിട്ട് നിൽക്കാനായിട്ട് എന്താ, എങ്ങനെ നിൽക്കാനായിട്ട്? അല്ല, നിങ്ങളുടെ കയ്യിൽ ശോഭി എന്തേലും രേഖകൾ എന്തേലും തന്നായിരുന്നു ചോദിക്കും. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, എന്റെ കയ്യിലോ? എന്റെ കയ്യിൽ തന്നെന്ന് മൃണാളിനിയോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കാം. എനിക്കറിയാം, ഇഷിത ഡോക്ടറിന്റെ അത് തന്നിട്ടുണ്ട്. കാരണം ഡോക്ടറുമായിട്ട് ശോഭിക്ക് നല്ല കമ്പനി ഉണ്ടായിരുന്നു എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ അത് കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഇങ്ങ് തിരികെ തരണമെന്ന് പറയാണ്. അറിയാലോ, ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ഈ പറയുന്ന ആരോഗ്യമന്ത്രിയൊക്കെ. അവരെന്താ ചെയ്യുന്ന പോലും പറയാൻ പറ്റില്ല. അവർക്ക് ഗുണ്ടാബലമൊക്കെ ഉള്ളതാണ്. ചിലപ്പോൾ തീർത്ത് കളയും ഇഷിതേനെന്ന് പറയണം. ഇഷിത പറഞ്ഞത് എന്താ ഭീഷണിയാണോന്ന് ചോദിക്കും. ഞാനല്ല, അൻസാരിദാസിനെ കുറിച്ച് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. അവർക്ക് പല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതൊക്കെ ശോഭിക്കും അറിയാലോ. ഇതൊക്കെ ഇഷിതയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പെൺഡ്രൈവിനകത്ത് പല രേഖകളും കാണും. അതുകൊണ്ട് അതിങ്ങോട്ട് തിരിച്ചു തന്നിട്ട് അതെ ഇഷിതയ്ക്ക് ഇതിനകത്തുനിന്ന് കൈയൂരാം. പക്ഷെ അല്ലാത്ത പക്ഷമാണെങ്കിൽ ഇഷിത നന്നായിട്ട് വെള്ളം കുടിക്കുമെന്ന് പറയാം. ഇഷിത ചിലപ്പോൾ ജീവനോടെ പോലും ഉണ്ടാകത്തില്ല. ഇഷിതയുടെ വിവാഹം പോലും നടക്കത്തില്ല എന്ന് പറയാം. ഇത് കേട്ടും ഇഷിത പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ, അന്നെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചോ. അങ്ങനെ അങ്ങോട്ട് ഞാൻ ആ തെറിവുകളൊന്നും വെറുതെ തരാൻ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞ കേട്ടല്ലോ, ഭീഷണിപ്പെടുത്തി അത് മേടിക്കാന്നും കരുതണ്ട. പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ, നിങ്ങൾ ഒന്ന് ഭീഷണിപ്പെടുത്തി ഉടനെ ഞാൻ ഇതെല്ലാം കൂടെ എടുത്തു തരുമെന്നോ? ഇത് കേട്ട മൃണാളി സൂക്ഷിച്ച് സംസാരിക്കണോ ഇഷ്ടേ. നിനക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ ജീവൻ അപകടത്തില്ല, പിന്നെ എന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറയണേ. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് മൃണാളിനി ഇഷിതയെ ദേഷ്യം പിടിപ്പിക്കണം. അവസാനം ഇഷിതയ്ക്ക് ദേഷ്യം വന്നു. സഹിക്കാവുന്നൊരു മാക്സിമം ഇഷിത സഹിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു വലിയ കമ്പ് കിടക്കുന്നുണ്ടോ, അതിങ്ങ് എടുത്തെടുത്ത് തലങ്ങം വിലങ്ങും ഇഷിത മൃണാളിനിക്ക് കൊടുക്കുകയാണ്. നീയൊക്കെ എന്നെ കുറിച്ച് എന്താ കരുതിയിരുന്നേ? നീയൊക്കെ പറയുന്ന നിന്റെയൊക്കെ അടിമയെ പോലെ വന്നു കിടന്ന് പഞ്ചപുച്ച അടക്കി നിന്റെയൊക്കെ മുന്നിൽ നിന്ന് നീയൊക്കെ പറയുന്നതൊക്കെ അനുസരിച്ച് വരുമെന്നോ? അതിന് നീ വേറെ ആളെ നോക്കണം. മേലാല് ഇത്തരം കാര്യം പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വന്നേക്കല്ല. വന്നിട്ട് നീ ജീവനോടെ പോകത്തില്ല കേട്ടോന്ന് പറയണം. ഗത്യന്തരമില്ലാതെ അടിയും കൊണ്ട് തലയും പൊട്ടി മൃണാളിനി കയറി കാറിലേക്ക് കയറുവാണ്. ഇഷിതയ്ക്ക് എന്നിട്ടും ദേഷ്യം മാറിയിട്ടുണ്ടായിരുന്നില്ല. ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലായിരുന്നു. രചനയുടെ അടുത്ത് വച്ചുണ്ടായ സംഭവങ്ങളും എല്ലാം കൂടെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നീട് മൃണാളിന് നേരെ ആ കോളത്തിൽ തന്നെ ചെന്ന് കയറുന്ന ആകാശിനെ വിളിക്കുകയാണ്. ആകാശിനെ വിളിച്ചിട്ട് നേരെ ആകാശിന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ
ഇഷിതയാണ് തന്നെ ആ കോളത്തിലാക്കിയെന്നുള്ള സത്യം ആകാശിനോട് പറയണം. ആകാശ് പറഞ്ഞു, ആഹാ അവള് കൊള്ളാലോ, അങ്ങനെയാണ് അവളെ വെറുതെ വിടലെന്ന് പറയാണ്. എനിക്കറിയാം അവളെ എന്ത് ചെയ്യണമെന്ന്. എന്നെ ഇമ്മാതിരി ആക്കിയിട്ടുണ്ട്, അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ്. അങ്ങനെ മൃണാളിനെയും ചേർത്ത് പിടിച്ച് ആകാശം അകത്തേക്ക് വരുമ്പോഴത്തേനും രജന ഈ കാഴ്ച കണ്ടു. രജന ചോദിച്ചു, ഇതെന്താ തലയൊക്കെ പൊട്ടി ചോര എഴുതുന്നേ? ഹോ, അതൊരു മാൻകിടാവ് ഒന്ന് വെറുതെ ഒന്ന് സൽക്കരിച്ച് വിട്ടാന്ന് പറയണം. മാൻകിടാവ് അതാരാ? ഇഷിത. ഇഷിത എന്റെ തല തല്ലിപ്പൊളിച്ചെന്ന് പറയാൻ. തല തല്ലിപ്പൊളിച്ച എന്തിനാ? അത് പിന്നെ ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളാ എന്ന് പറയണ. പക്ഷെ എന്തോ രചനയ്ക്ക് അതിലെന്തോ ചില പന്തികേടുകൾക്ക് തോന്നി. മുമ്പും മൃണാളിനെയും ആകാശും ഈ പറയുന്ന വിനോദ് മാളികയ്ക്കും തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് അറിയാം. അതിന്റെ ഫലമായിട്ട് മിക്കവാറും ഇഷിതനെ കാണാൻ ചെന്ന് കാണും. അതായിരിക്കും കിട്ടിയതിന്റെ കുഴപ്പം. പെട്ടെന്ന് തന്നെ മൃണാളിനോട്, ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല, ഞാൻ ആരാന്ന് അവളെ ശരിക്കും ഞാൻ അറിയിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണം. ചേച്ചൻ പറഞ്ഞു, അവൾ എന്നാലും ആള് കൊള്ളാലോ, പമ്മിക്കൂടി ഇരുന്നിട്ട്. ആകാശ് പറഞ്ഞു, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഒരു പതുങ്ങിയിരിക്കും, എപ്പോഴാണ് ആക്രോശിച്ചെടുത്ത് ചാടെന്ന് പറയാൻ പറ്റില്ല. പിന്നീട് ആകാശ് പറഞ്ഞു, മൃണാളിനി ഞാൻ നിത്യം മുറിവേല മരുന്നൊക്കെ പെട്ടി തരാന്ന് പറയണം. പെട്ടെന്ന് തന്നെ രചന ആടി എഴുന്നേറ്റ് പറഞ്ഞു, അതെ ആകാശ് ഇവിടെ ഇരുന്നു, ഞാൻ ചെയ്തോളാന്ന് പറയണം. അത് കുഴപ്പമില്ല, നിനക്ക് വയ്യല്ല, നീ അവിടെ ഇരുന്നോളാൻ പറയണം. പക്ഷെ രചനയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എത്ര ഫിറ്റാന്ന് പറഞ്ഞാലും അത്ര അങ്ങോട്ട് സൂചിച്ചില്ല. പിന്നീട് ആകാശ് മരുന്നൊക്കെ വെച്ച് കെട്ടി കൊടുക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും മൃണാളി പറഞ്ഞു, ഇനി ഞാൻ പോയേക്കുക, എനിക്കൊന്ന് പോയി റെസ്റ്റ് എടുക്കണമെന്ന് പറയണം. ആകാശ് പറഞ്ഞു, ഇന്നത്തെ ദിവസം പോയി റെസ്റ്റ് എടുത്തോ, നാളെ തൊട്ട് നമ്മൾ കളി അങ്ങോട്ട് തുടങ്ങാൻ പോവാന്ന് പറയാണ്. അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ അടുത്ത ആഴ്ച ആയിരിക്കും അവരുടെ കല്യാണമൊക്കെ നടക്കാൻ പോകുന്നത്. ആരൊക്കെ എതിർത്തെന്ന് പറഞ്ഞാലും ഇഷിതയും മഹേഷും കൂടെ ഒന്നാവാൻ പോവാണ്. ഒന്നായി കഴിഞ്ഞാൽ പിറ്റേ ദിവസമായിരിക്കും കോടതി കേസൊക്കെ വിളിക്കുന്നത്. അങ്ങനെ ചിപ്പിമോളെ കിട്ടും. പക്ഷെ ഈ സമയത്ത് രചനയും മൃണാളിനെയും മനസ്സിനെയും ഒക്കെ മാക്സിമം ശ്രമിക്കും കല്യാണം മുടക്കാനായിട്ട്. പക്ഷെ അവരൊക്കെ എന്തൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കല്യാണം മുടങ്ങാനൊന്നും പോകുന്നില്ല. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.